മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന നിലപാട് ആവർത്തിച്ച കേരളം. ചെന്നൈയിലെ ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ കേരളത്തിന്റെ ആവശ്യം ആവർത്തിച്ചത്. പുതിയ ഡാമിന്റെ മുഴുവൻ ചെലവും കേരളം വഹിക്കുമെന്നും സ്ഥലം തമിഴ്നാടിന് തീരുമാനിക്കാമെന്നുമാണ് കേരളം അറിയിച്ചത്. എന്നാൽ കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട് തള്ളിക്കളയുകയായിരുന്നു. ചെന്നൈ മഹാബലിപുരത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ചു ചേർത്ത ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിലാണ് പുതിയ ഡാം എന്ന ആവശ്യം കേരളം ആവർത്തിച്ചത്. പുതിയ ഡാം എവിടെ നിർമ്മിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം തമിഴ്നാടിന് വിട്ടു നൽകാം. ഇതിനോടൊപ്പം പുതിയ ഡാമിൽ നിന്നുള്ള വെള്ളം പൂർണ്ണമായും തമിഴ്നാടിന് തന്നെ നൽകാമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉറപ്പു നൽകി. പുതിയ ഡാമിന്റെ നിർമ്മാണ ചെലവ് മുഴുവൻ കേരളം വഹിക്കുമെന്നും വി ഡി സതീശൻ യോഗത്തെ അറിയിച്ചു. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ എന്ന മുദ്രാവാക്യത്തിലൂന്നിയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചത്. എന്നാൽ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തമിഴ്നാട്. ഇക്കാര്യം തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് സി വിജയ് യോഗത്തെ അറിയിച്ചു. ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞു. ജലനിരപ്പ് 152 അടിയാക്കിയാൽ മാത്രമേ തമിഴ്നാട്ടിലെ കാർഷിക ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുകയുള്ളൂ എന്നും വിജയ് വ്യക്തമാക്കി. അതേസമയം തമിഴ്നാടിന് വെള്ളം കിട്ടിയാൽ കേരളത്തിനും കൂടി പ്രയോജനം ലഭിക്കുമെന്നും തമിഴ്നാട് ഊർജ്ജമന്ത്രി CTR നിർമ്മൽകുമാർ പറഞ്ഞു. ഡാമിന്റെ സുരക്ഷയിൽ ആശങ്ക വേണ്ടെന്ന് കോടതിയും പഠനങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. തമിഴ്നാടിന് വെള്ളം കിട്ടിയാൽ കേരളത്തിനും കൂടി പ്രയോജനം ലഭിക്കും. കേരളത്തിലേക്ക് പച്ചക്കറി വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണെന്നും കേരളം തമിഴ്നാടിന്റെ ആവശ്യം അംഗീകരിക്കണമെന്നും ഊർജ്ജമന്ത്രി CTR നിർമ്മൽകുമാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.